നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതെ, കാറിന്റെ ഒരു ടയറല്ലേ പഞ്ചറാക്കിയുള്ളൂ, അതോ വേറെയും പഞ്ചറാക്കിയിട്ടുണ്ടോ? അല്ല, മനസ്സിൽ ഇത്ര റൊമാൻസ് ഒക്കെ ഉള്ള ആളല്ലേ. എന്റെ കൈ പിടിച്ച് അമ്മയ്ക്ക് മുന്നിൽ കൊണ്ടുപോയി നിർത്തി, ഇവൾ എന്റെ പെണ്ണ, ഇനി ഇവള് താമസിക്കുന്നത് എന്റെ ഒപ്പം ആയിരിക്കുമെന്ന് ചങ്കൂറ്റത്തോടെ പറയുന്നു ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. അതിന്റെ ഒരു നീരസോ വന്നപ്പം മുഖത്തുണ്ടായത്. ഓഹോ, ഓ അങ്ങനെയാണല്ലേ. ഇതെന്ത് ബൈക്ക് നിർത്തി? പറയാം, ഇറങ്ങ് ഇറങ്ങ്. അല്ല, നീരസം മാറ്റിയിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിലേ ഉള്ളിലെ കുറ്റബോധം ഒന്ന് മാറിയെന്നെ. പെട്ടെന്ന് ബൈക്ക് സ്റ്റാർട്ടാക്കി എന്നെ കളക്ടർ ഓഫീസിൽ എത്തിക്ക്. ഇനിയിപ്പൊ അതും കൂടിയേ കേൾക്കാൻ ബാക്കിയുള്ളൂ. ബൈക്കിൽ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ പ്രേമ നാടകമെന്ന് വെറുതെ ശത്രുക്കളെ കൊണ്ട് പറയിക്കണം. സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ വല്ല ക്യാബും വിളിക്കാം. എന്നാ പിന്നെ മനസ്സിൽ ദുർചിന്തകളൊക്കെ കളഞ്ഞിട്ട് മര്യാദയ്ക്ക് നല്ല കുട്ടിയെ പോലെ വണ്ടി മുന്നോട്ടെടുക്ക. കേറട്ടെ? അതെ, ചെറിയ ഗട്ടറൊക്കെ ചാടിച്ചോ കേട്ടോ. കളക്ടറേറ്റ് എത്തി ഇത് അറിഞ്ഞതേയില്ല അല്ലേ? ഞാൻ അറിഞ്ഞു, നന്നായിട്ട് അറിഞ്ഞു. അല്ല, ഈ നല്ല ഒഴിച്ചിലും പിഴിച്ചിലും നടത്തുന്ന ഹോസ്പിറ്റൽ ഏതാ വിഷ്ണുട്ടാ? ആയുർവേദം നല്ലതാ. അല്ല, ആർക്കാ? എനിക്ക് തന്നെ. ഒരാഴ്ച അവിടെ കിടന്ന് ട്രീറ്റ്മെന്റ് ചെയ്താലേ എന്റെ നടുവേദന മാറും. ആ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഒരൊറ്റ കുണ്ടും കുഴിയും ബാക്കി വെച്ചില്ലല്ലോ, എല്ലാത്തിലും ചാടിച്ചു. അത് പിന്നെ മീറ്റിംഗ് ഉണ്ട്, സമയമില്ല എന്നൊക്കെ പിന്നിലിരുന്ന് പറഞ്ഞപ്പോ എനിക്ക് വേഗത്തിൽ വിടാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഗട്ടർ നോക്കി തന്നെ ഓടിച്ചു. ആ, അതെനിക്ക് മനസ്സിലായി. റോഡിൽ എവിടെയൊക്കെ ഗട്ടർ ഉണ്ടെന്ന് നോക്കിയിട്ട് തന്നെ മനഃപൂർവ്വം അതിൽ ചാടിച്ചുകൊണ്ട് തന്നെയാ വിഷ്ണുയുടെ ബൈക്ക് ഓടിച്ചത്. അതെ, എന്നും കാറി പോകുന്ന കളക്ടറെ വിളിച്ച് ബൈക്ക് കയറ്റുമ്പോഴേ അതിൻ്റെതായിട്ടുള്ള മര്യാദയും കാണിക്കണ്ടേ? അതെ, ഈ മര്യാദകളൊക്കെ എവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നു? ഇതിനകത്തുണ്ട്. തുറന്ന് കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ തുറന്ന് കാണിച്ചേനെ. എന്നാ എന്റെ മനസ്സിനകത്ത് 6 വർഷത്തെ പരിഭവങ്ങളും സങ്കടങ്ങളുമാ. അത് തുറന്നു കാണിക്കാൻ പറ്റില്ല, പറഞ്ഞ് ബോധ്യപ്പെടുത്താനേ പറ്റൂ. എത്ര പരിഭവങ്ങളും സങ്കടങ്ങളും ഉണ്ടെങ്കിലും എന്നെ വിട്ട് തന്റെ മനസ്സിന് ഒരിടത്തേക്കും പോകാനാവില്ലെന്ന് എനിക്കറിയായിരുന്നു. ആ ഒരു വിശ്വാസമാ 6 വർഷം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. ഇനിയും ഇങ്ങനെ വീണ് കിട്ടുന്ന നിമിഷങ്ങളിലെ സന്തോഷം മതിയെന്നാണോ? എന്നും എപ്പോഴും വിഷ്ണുവേട്ടൻ കൂടെ ഉണ്ടാവണമെന്ന് മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പൊ അങ്ങനെ തന്നെയാണല്ലോ, എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? സമയം വൈകി, ഞാൻ പോട്ടെ. ഒരു മിനിറ്റ്, ഒന്നൊന്ന്. അല്ല, വൈകിട്ട് എങ്ങനെ? കാറ് സ്റ്റെപ്പിനിട്ട് കൊണ്ടുവരുമോ അതോ ഞാൻ തന്നെ വരണോ? അയ്യോ വേണ്ട,
കാറ് ശരിയാക്കി രാമേട്ടൻ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും മാർഗം നോക്കിക്കോളാം. ദയവേത് ഇനിയും ഇങ്ങനെ സഹായിക്കരുത് കേട്ടോ. ആഹാ, അത് ശരി. ഒരു ഉപകാരം ചെയ്തതിന് കളക്ടർ ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത്? ഉപകാരം എന്നെ കൊണ്ട് പറയിക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ പെൺവർഗം. ശ്ശോ, പതുക്കെ. ശ്ശോ. അയ്യോ സോറി. അല്ലെങ്കിൽ നിങ്ങൾ പെൺവർഗങ്ങൾ ഇങ്ങനെ തന്നെയാ. ഇങ്ങനെ സ്നേഹം മുഴുവൻ അവകാശത്തോടെ പിടിച്ചു വാങ്ങിയിട്ട് ചോദിക്കും എന്തിനാ സ്നേഹിക്കാൻ വന്നേന്ന്. അതുപോലെ കളക്ടറല്ലേ കൃത്യമായിട്ടൊന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോട്ടെ എന്ന് കരുതി ബൈക്കിൽ കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് കളക്ടറിന്റെ ഓഫീസിന്റെ വാതിലെത്തിയപ്പോ പറയാ ഇതുപോലെയുള്ള സഹായങ്ങൾ ദയവ് ഇത് ചെയ്യരുതെന്ന്. അല്ലെങ്കിൽ എല്ലാ ആൺവർഗങ്ങളുടെയും ശാപം അത്. പെണ്ണുങ്ങളുടെ വാക്കും കേട്ട് കഷ്ടപ്പെടാനുള്ളത് മുഴുവൻ കഷ്ടപ്പെടും. ഒടുവിൽ കരിവേപ്പില പോലെ അങ്ങ് മാറ്റിക്കളയും. അല്ലെങ്കിൽ സ്നേഹിക്കാനല്ല ഞങ്ങൾക്ക് അറിയൂ, അഭിനയിക്കാൻ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അല്ലെങ്കിൽ എന്നെ പോലുള്ള ശുദ്ധഹൃദയമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ തന്നെ വരും. ഓ എന്തായാലും സമ്മതിച്ചു. ഒരു നന്ദി വാക്ക് പോലും ഞാൻ ചോദിക്കുന്നില്ല. അല്ല ഞാനതൊട്ട് ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്റെ ഒരു മര്യാദ, അതുകൊണ്ട് ഞാൻ പറയാ. കാരണം ഇനി എന്തെങ്കിലും എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കുഴപ്പമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. പറഞ്ഞു കഴിഞ്ഞോ? എന്നാലേ എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. അതെ, കാറിന്റെ ഒരു ടയറല്ലേ പഞ്ചറാക്കിയുള്ളൂ, അതോ വേറെയും പഞ്ചറാക്കിയിട്ടുണ്ടോ? അല്ല, ഈ ഒരു ടയറല്ലേ പഞ്ചറാക്കിയുള്ളൂ, വേറെയും പഞ്ചറാക്കിയിട്ടുണ്ടോന്ന്. അല്ല അത് പിന്നെ ഞാനല്ലേ. അല്ല, ഇതുവരെ രാമേട്ടനെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ അത് കണ്ടിരുന്നല്ലേ? വിഷ്ണുട്ടാ, 6 വർഷം മാറി നിന്നെങ്കിലും വിഷ്ണുവേട്ടൻ എന്റെ അടുത്ത് നിന്ന് ഒരിടത്തേക്കും പോയിട്ടില്ല. സങ്കടങ്ങളും പരിഭവങ്ങളും ഈ നെഞ്ചിനകത്തുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഒപ്പം നിധി പോലെ ഞാൻ എന്റെ വിഷ്ണുവേട്ടനെയും സൂക്ഷിച്ചിരുന്നു. എനിക്കറിയാം ഈ മനസ്സ്. അതിപ്പോ നല്ലത് ചെയ്താലും ഇനി ഒരല്പം കള്ളത്തരം കാണിച്ചാലും അത് ഞാൻ അറിയുകയും ചെയ്യും. അതിനെ 6th സെൻസ് ഒന്നും വേണ്ട, വിഷ്ണുവേട്ടനെ മാത്രം സ്നേഹിക്കുന്ന ഒരു മനസ്സുള്ളതുകൊണ്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.